ഇതാ നമ്മുടെ ചെടിയെല്ലാം നന്നായിട്ട് ഉഷാറാകുന്നുണ്ട്. ഇതല്ലേ നല്ലതാ പൂക്കുണ്ട്. അതാ പൂ പിടിച്ചിട്ട് 10 മണിക്ക് പൂ പിടിച്ചു ഇല്ലേ. എല്ലാം നല്ല ഇതായിട്ടുണ്ട്. മുളക് ഇന്നത്തെ പച്ചക്കറി വിത്ത് നട്ടില്ലേ, മുളക്കോ നോക്കാൻ വേണ്ടിയിട്ട് ഇതാ ഒരു പയർ വിത്ത് മുളച്ചിട്ട് ഏതായാലും ഇത് മുളക്കൊന്നു തോന്നുന്നു. ഒറ്റൊന്നേ മുളച്ചിട്ടു നോക്കാം. നമുക്ക് കുറച്ചെണ്ണം കിട്ടിയാലായില്ലേ. എല്ലാം ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലോ ഉണ്ടല്ലേ. ഇനി ഞാനൊരു കവുങ്ങും തേക്ക് അടുക്കള വേസ്റ്റെല്ലാം ഉണ്ടായിരുന്നു ഉറച്ച് വെച്ചിട്ട് അതെല്ലാം ഇടാനാവുമോ നോക്കട്ടെ. ഒന്നിനൊന്നും ഇട്ടിട്ടില്ലേ, ഇനി ഒന്നും കൂടി ഉണ്ടല്ലോ അവിടെ തന്നെ, അത് ഇടാനാവും നോക്കട്ടെ. കണ്ടില്ലേ, അന്ന് അതിനെ ഇട്ടിന് ഇങ്ങനെ ചൊല്ലിക്കൊടുത്തിട്ട് മണ്ണെന്ന് ഇളക്കി മെല്ലെ കുഞ്ഞു പൂങ്കോട്ടുണ്ട് അതിനെ കൊണ്ട് മെല്ലെ ഒന്നിങ്ങനെ ആക്കി നോക്കാം. ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഉണ്ടല്ലേ. ഉണ്ടാ അടുക്കള വേസ്റ്റ് നിറയെ ഉണ്ടതാ. അതെടുത്തോണ്ട് വന്നിട്ട് ശ്വാസം മുട്ടാളി എന്നോട് പറയാൻ തന്നെ ഞാൻ തോന്നില്ല. ഗുളിക വലിച്ചാൽ നിൽക്കും. ഇന്നത്തെ പുല്ലിത ഒരുപാടുണ്ടായി, എല്ലാം ചീഞ്ഞു. ഇത് നല്ല വളമായില്ലേ. പക്ഷെ തടം എടുത്തിട്ടല്ല, ചെളിക്കൊടുത്തതേലല്ലോ, തടം എടുത്തിട്ട് ഇടണം ഇതെല്ലാം. പിന്നീട് ആക്കാം. ഇന്ന് ഗുളിക വലിക്കട്ടെ, രണ്ടും മിണ്ടാൻ കഴിയില്ല. എന്താ കണ്ടില്ലേ, ഗുളിക ഇതാന്ന് വിൽക്കുന്നത്. ഇതാ മിഷ്യൻ കണ്ട് ഇതിലിട്ടിട്ട് വലിക്കലാന്ന്. ഇതിങ്ങനെ ഞെക്കണം ഗുളിക ഉള്ളിലിട്ടിട്ട്. ഗുളിക ഇതാണ് ഇപ്പോഴത്തെ ഗുളിക. മുമ്പത്തത് ഉണ്ടല്ലേ, മുമ്പത്തെ പോയാൽ മാറ്റി തന്നതാണ് ഇത്. മുമ്പത്തെ ശക്തിയായിട്ടുള്ള ശ്വാസം മുട്ടൊന്നുമില്ല. ഇപ്പം ഇങ്ങനെ ഒരു കഥപ്പ് തന്നെ. മുമ്പേ ഇങ്ങനെ നല്ല അതൊരു ശ്വാസം മുട്ട തന്നെയാണ്. ഇപ്പം എല്ലാം ഒന്നും അങ്ങനെ ജോലിയൊന്നും ഇല്ലല്ലോ, ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ട് ഈ കഥപ്പ് മാത്രമാണ് ഇപ്പോൾ ഉണ്ടല്ലേ. ഒന്നും അനങ്ങാൻ പറ്റില്ല. അതന്നെ ഇതാണ്ടില്ലേ, എല്ലാം വലിച്ചു കഴിഞ്ഞത് ഇതെല്ലാം. മുമ്പത്തെ മിഷ്യൻ ഇതാണ്, ഇപ്പോൾ പോയിട്ട് മാറ്റി തന്നാ. ഇങ്ങനെ കുറേ മാറി മാറി തരും ഒരിക്കലും പോകുമ്പം. എന്താ ഇതാ മുമ്പേത്തത് ഉണ്ട്. ഇതാ ഇപ്പോൾ എടുക്കല്ല, ഉപയോഗിക്കാത്ത എന്ത് ഇതിന് ഉള്ളിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു തിരി തിരിക്കലാണ്. ഇങ്ങനെ തിരിക്കുമ്പോൾ അത് പൊട്ടി ഇലേക്ക് വീഴും. എന്നിട്ട് ഇല വലിച്ചെടുക്കുക. ഇതെല്ലാം കണ്ടുപിടിച്ചിട്ടേക്ക് നമ്മെല്ലാം അങ്ങ് പോയി പൊട്ടി. ഇത് ഉണ്ടല്ലോ എന്നാക്കൽ ഗുളിക കഴിച്ചാൽ തളർന്നുറങ്ങും, ഇങ്ങനെ കിടക്കും, വിറ വരും. ഗുളിക അസ്താലിനെല്ലാം കഴിച്ചാൽ. ഇതാകുമ്പോൾ ഒരു പ്രശ്നമില്ല. അവസാനം എന്തെങ്കിലും വരുന്നല്ലേ, ഇനി എന്തെങ്കിലും വേണ്ടത്. നമ്മളെ ജീവിതം കഴിഞ്ഞില്ലേ, ഇനിയൊന്നായാലും പ്രശ്നമില്ല. ഇത്ര കാലമായി ഈ ശ്വാസം മുട്ടും കൊണ്ട്. അപ്പോൾ ഇത് ഉണ്ടായതുകൊണ്ട് എല്ലാവർക്കും ഒരു സമാധാനമാണ്. മുമ്പേ ശ്വാസം മുട്ട് രോഗികളെ കൊണ്ട് ആസ്പത്രിയിൽ നിന്ന് അറിയും. നല്ലൊരു കാലം കണ്ടില്ലേ. അതിൻ്റെ ഉള്ളിലാണ് ഗുളിക ഇടൽ. അതൊന്ന് ഇങ്ങോട്ട് തിരിച്ച് ഇതായത് രണ്ടും ഇങ്ങനെ വെക്കുക. ഇങ്ങനെയാണിത്. വലിക്കാത്തവർക്ക് ഇതറിയില്ലല്ലോ. ഇനി ഇത് മൂടണതിന് എന്നിട്ട് വലിച്ചോളുക, പ്രശ്നമില്ല. വലിച്ചു എത്രയോ വേണം. വലിച്ചു കഴിഞ്ഞപാട് ശ്വാസം മുട്ട് നിൽക്കും. തൊണ്ടക്ക് നല്ല വെള്ളം കഴുകുന്ന കവളാണ്, അല്ലെങ്കിൽ പിന്നെ പ്രശ്നമാണത്. തൊണ്ടക്കെല്ലാം പ്രശ്നമാണ്. പ്രശ്നമില്ല. ഇന്ന് രാത്രിയെ വിളിക്കണ്ടോ. നല്ല വെയിൽ വന്നു. രാവിലെ എല്ലാം നല്ല മഴയാണെന്നല്ലേ. കുറേ മുളകുണ്ട് പറിക്കാൻ. കാന്താരി മുളകുകളുണ്ട്, വെള്ളക്കാന്താരി. അതുപോലെ പറിച്ചെടുക്കട്ടെ ഞാൻ പറ്റി. അനങ്ങാട്ടിൽ എന്തെങ്കിലും ചെയ്യുക. പൂക്കളെല്ലാം കുറച്ചുണ്ട് അവിടെയെല്ലാം. നിറയെ വെള്ളം ഉണ്ടായി. ഇന്നിപ്പം പറ്റിയതാ ഉണ്ടാകും. എഴുന്നേറ്റ് നടക്കുന്നുണ്ടെങ്കിൽ മനസ്സിൽ വിചാരിച്ച എന്തെങ്കിലും അത്രപ്പുരയായില്ലേ ഒന്നെങ്കിലും ഒന്ന് അത് നമുക്ക് മനസ്സിലുണ്ടാവണം. എന്നാലേ അത് ചെയ്യാനെല്ലാം ഇല്ലൊരിത് വരില്ല. അല്ലാതെ ഇതൊന്നും ചെയ്യുകയും ചെയ്യില്ല ആരും. കൃഷിയെല്ലാം നമ്മൾ ചെയ്തിങ്ങനെ നമ്മളെ തന്നെയല്ലേ, കൃഷി തന്നെയല്ലേ. ഇപ്പം ഇങ്ങനെ ഇവിടെ കിടക്കുന്നുണ്ടെങ്കിലും കൂടെ മനസ്സിലെപ്പോൾ അതിലില്ലോ ചെയ്യാൻ കഴിയാത്ത വിഷമം. നമ്മളെ അച്ഛനും അമ്മയെല്ലാം അങ്ങനെ തന്നെയാണ്. ഏട്ടനും അതെ, എല്ലാം കൃഷി തന്നെയാണ്. എന്തിന് നമുക്ക് വേറെ ഉണ്ടെങ്കിലും കൃഷിയാണ് നമുക്ക് വേണ്ടത്. പക്ഷെ നമ്മൾ ഇപ്പോൾ കാണുന്നതെല്ലാം
ഒരു തുണ്ട് സ്ഥലത്തിന് വേണ്ടിയിട്ട് നമ്മെല്ലാം എത്ര കളിച്ചിന്. ഇപ്പം കിട്ടിയത് തന്നെ നമുക്ക് നോക്കാൻ പറ്റുന്നില്ലല്ലോ. എന്നാലും വെറുതെ കിടക്കുമ്പോൾ ഒരുപാട് വിഷമം തന്നെ. അച്ഛൻ അനിയനുണ്ടായത് ഇവരെല്ലാം ഓർക്കുമ്പോൾ നമുക്ക് അല്ലാതൊരു വിഷമം തന്നെ. നമ്മളിങ്ങനെ ചെയ്യുന്നില്ലല്ലോ എന്നില്ലേ. ചെറുപ്പം മുതലേ നമ്മളെ വീട്ടിൽ കാലിയാണ്. നമ്മൾ കാണുമ്പോഴേ നമ്മളെ വീട്ടിൽ പശുക്കളും അന്നേരം എരുമയാണ്. അതിന് പുല്ലരിയാൻ വേറെ ആളുണ്ടാവും. പുല്ലരിയാൻ ആൾ നിൽക്കും. അന്നേരം അച്ഛന് ജോലിക്ക് പോകണമല്ല. അങ്ങനെയെല്ലാം എപ്പോൾ ഇല്ലാണ്ടായിട്ടില്ല. ഇതുവരെ ഉണ്ടായി. ഇപ്പം നമ്മൾ കിടക്കുന്നവരെയും പശുക്കളുണ്ട്. ജീവിതമെല്ലാം ഈ പശുക്കളോട് തന്നെ, മക്കളെ മാതിരി തന്നെ അവർ. അങ്ങനെ അത് നമ്മളെ ജീവിതമല്ല. പുല്ലുണ്ട്. അന്നേരം എല്ലാ വീട്ടിലും കാലിയാകുമ്പോൾ എവിടെയും പുല്ലില്ലല്ലോ. ഇപ്പോൾ എല്ലാം കാണുമ്പോൾ നമുക്ക് കണ്ടത്തേക്കൊന്നും നോക്കാൻ പറ്റുന്നില്ല. സങ്കടം വരുന്നു. ഓരോ കഥയും ഇങ്ങനെ ഓർമ്മപ്പെടുത്തൽ മാത്രം, അത്രയേ ഉള്ളൂ. നമ്മളെ അമ്മയും അങ്ങനെ തന്നെയാണെന്നല്ലോ നമുക്കറിയില്ലല്ലോ. പക്ഷേ ആളെല്ലാം പറയും അങ്ങനെ ഒരു പെണ്ണുണ്ടാവില്ല എന്ന്. അത്ര ഭയങ്കരമാണ്. പ്രകൃതിനെ അത്രയും സ്നേഹിക്കുന്ന എല്ലാവരോടും, അത് ആളോടും, മനുഷ്യന്മാരോടും, എല്ലാറ്റിനോടും, ജീവജാലങ്ങളോടും എല്ലാം. നമ്മയിൽ അതിനൊക്കെ ഒന്നുമല്ല. എന്നാലും അവരാ ഇത് മനസ്സിലെപ്പുണ്ട്. നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമേ ഇല്ലൂ. അവർ കാണിച്ചു തന്നതല്ലേ നമുക്കും. എല്ലാവരും മനുഷ്യന്മാരെയും എല്ലാറ്റിനെയും നമുക്ക് സ്നേഹിക്കാനും പറ്റണം, വേർതിരിവില്ലാണ്ട്. അതുപോലെ നമ്മളെ പ്രകൃതിയെയും സ്നേഹിക്കണം. ഇതാണ് അവർ നമുക്ക് പഠിപ്പിച്ചു തന്ന പാഠം. നമ്മൾ വെറുതെ ഇരുന്നിട്ടുള്ള എത്ര സമയം കളയുന്നുണ്ട്.